നമസ്കാരം. തിരുവിതാംകൂർ രാജവംശം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ ഒരു രാജവംശം തന്നെയാണ്. ഇന്നും തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജ്യമായി തന്നെയാണ് തിരുവിതാംകൂറുകാരെങ്കിലും അഥവാ ഇന്നത്തെ തിരുവനന്തപുരംകാരെങ്കിലും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ശ്രീപത്മനാഭദാസന്മാർ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുടുംബസ്വത്ത് തന്നെയാണ് ശ്രീപത്മനാഭ ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള നിലവറയുമെല്ലാം എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞതാണ്, കണ്ട് ഞെട്ടിയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിധി നിക്ഷേപമുള്ള അറകളാണ് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ തുറന്നു കണ്ടത് എന്നുള്ളതും ഓർക്കേണ്ടത് തന്നെയാണ്. 2019 2022 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിധി ആസ്തിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിൽ നിന്നും കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ഗർഭഗേഹങ്ങളിൽ ഏതാണ്ട് 6 നിലവറകൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 2 മാത്രമാണ് സർവ്വസാധാരണയായി തുറക്കാറുള്ളത്, ക്ഷേത്ര അടിയന്തരങ്ങളുമായി ബന്ധപ്പെട്ട് തുറക്കാറുള്ളത്. മറ്റു 2 ഉത്സവ കാലഘട്ടത്തിൽ ഭഗവാന്റെ തിടമ്പ് പോലുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അടുത്ത 2 അറയാണ് തിരുവിതാംകൂർ ദേശത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി നിലകൊള്ളുന്നത്, അത്ഭുത നിലവറകളായി നിലകൊള്ളുന്നത്. ഒരുപക്ഷെ യക്ഷിക്കഥകളിലെയോ അല്ലെങ്കിൽ നാഗമാണിക്യ കഥകളിലെയോ എല്ലാം നിലവറകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഈ നിധി നിലവറകൾ അറിയപ്പെടുന്നത്. 1-ാം നിലവറയായ തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇതിലെ വൈവിധ്യങ്ങളായ രത്നങ്ങളുടെയും സ്വർണ്ണശേഖരങ്ങളുടെയും എല്ലാം അമൂല്യമായ ഒരു ശേഖരം തന്നെ പുരാവസ്തു ഗവേഷകർക്ക് കാണാൻ സാധിച്ചത്. ഒരാൾക്ക് പോലും കഷ്ടി ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത രീതിയിൽ പണി തീർത്തിട്ടുള്ള നിലവറയിൽ വെളിച്ചം ഒരു കാരണവശാലും ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വായു പ്രത്യേകിച്ച് അങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പുരാവസ്തു ഗവേഷകർ ആ നിലവറയ്ക്കുള്ളിൽ പരിശോധന നടത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആദ്യം നിലവറ തുറന്ന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരാൾക്ക് മാത്രം കഷ്ടി കടന്നു പോകാൻ സാധിക്കുന്ന മറ്റൊരു വാതിൽ കൂടി തുറന്ന് പടവുകൾ കടന്ന് ചെന്നപ്പോഴാണ് കഷ്ടി ഒരാൾക്ക് മാത്രം നിവർന്നു നിൽക്കാൻ മാത്രം ഉയരമുള്ള നിലവറയിൽ ഷെൽഫുകൾ പോലെ പണിതു വെച്ചിരിക്കുന്ന ആ നിധിശേഖരം കണ്ട് ആർക്കിയോളജിക്കൽ വിഭാഗക്കാരെല്ലാവരും ഒന്നുപോലെ ഞെട്ടിപ്പോയത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ആ നിധി ശേഖരം അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും 1 ലക്ഷം കോടിയുടെ സ്വത്തുവകകളാണ് മാസങ്ങളോളം എടുത്ത് അവർ കണക്കാക്കി വച്ചത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ബി നിലവറ തുറക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെയും തിരുവിതാംകൂർ രാജവംശത്തിന്റെയും അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരം ഒരു ശ്രമം നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പലരും പറയുന്നു ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ തിരുവിതാംകൂർ മുഴുവൻ കടലെടുത്തു പോകും, അത്തരത്തിലാണ് ആ നിലവറയുടെ നിർമ്മിതി എന്നാണ് അറിയാൻ കഴിയുന്നത്. നരസിംഹമൂർത്തി കാവൽ നിൽക്കുന്ന, തപസ്വിനിയായ ഒരു യക്ഷി കാവൽ നിൽക്കുന്ന, ഘോര സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന ബി നിലവറ തുറക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഇപ്പോഴത്തെ റാണിയായ അശ്വതി റാണി ഗൗരി ലക്ഷ്മിഭായിയും ഇത് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ മാത്രമാണ് നിലവറ തുറന്നത്, പക്ഷേ അന്ന് നിലവറയ്ക്കുള്ളിൽ പോയി കാണാൻ സാധിച്ചിട്ടില്ല. നിലവറയ്ക്ക് വലിയൊരു കോലായി ഉണ്ട്, അഴിയും കാലുമിട്ട് ആ കോലായി കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നിലവറ എന്നാണ് അവരും പറഞ്ഞത്. എന്നാൽ അത് തുറന്നു കണ്ടിട്ടില്ല. നാഗങ്ങൾ ഇപ്പോഴും കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം. ബി നിലവറയുടെ വാതിലുകളിൽ നാഗങ്ങൾ പിണഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ചിത്രണം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു കഥകളും അവിടെ പ്രചരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ശ്രീപത്മനാഭന്റെ നിധിശേഖരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബി നിലവറ തുറന്നു കഴിയുകയാണെങ്കിൽ ഘോര സർപ്പങ്ങളുടെ ദംശനമേറ്റ് തുറക്കുന്നയാൾ മരിക്കും എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അഥവാ ഈ നിലവറ തുറക്കുമ്പോൾ ഘോര സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന ഈ നിലവറയിൽ ഘോര സർപ്പങ്ങളെ അലോസപ്പെടുത്തിയത് കൊണ്ട് ഇവരുടെ വംശം തന്നെ മുടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില കഥകളുമെല്ലാം ഈ നിലവറയ്ക്കൊപ്പം പറഞ്ഞു കേൾക്കുന്നു. ഇത് അക്കാലത്ത് ഭഗവാന്റെ നിധി ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാണ്ടിരിക്കുവാൻ വേണ്ടി, ജനങ്ങളെ ഭയവിഹുലരാക്കുവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അടച്ചിട്ടിരിക്കുന്ന ഈ നിലവറയിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ സർപ്പങ്ങൾക്ക് വന്നു പോകാനുള്ള മാർഗമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എങ്ങനെയാണ് സർപ്പങ്ങൾ ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, തുറക്കാത്ത നിലവറയിൽ എത്ര കാലമായി സർപ്പങ്ങൾ ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ്. ഇത് വിശ്വാസമാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അഥവാ വിശ്വാസപരമായ രീതിയിൽ ഒരു ഉത്തരം നൽകാനേ സാധിക്കുള്ളൂ. യുക്തിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതും മനസ്സിലാക്കുക. എന്തായാലും ബി നിലവറ തുറക്കുകയാണെങ്കിൽ കടൽ ബി നിലവറയിലൂടെ ആഞ്ഞു കയറി തിരുവിതാംകൂറിനെ മുഴുവൻ മുക്കിക്കളയും എന്നൊക്കെ ഒരു ചൊല്ലും കേൾക്കുന്നുണ്ട്.
എന്തായാലും എ നിലവറയേക്കാൾ വിലപ്പെട്ട നിധികൾ ബി നിലവറയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ബി നിലവറ തുറക്കുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ മുൻപ് ഒരാളുടെ കാൽ തട്ടിമുറിഞ്ഞതെല്ലാം അപശകുനമായി കണക്കാക്കിയതിന്റെ പേരിൽ പിന്നീട് അത്തരം ഒരു ശ്രമം നടന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. 1990കളിലും 2002ലും നിലവറ തുറന്നിട്ടുണ്ടായിരുന്നു. അത് ബി നിലവറയായിരുന്നില്ല, എ നിലവറയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ബി നിലവറ തുറക്കുവാനുള്ള ചില നീക്കങ്ങൾ നടന്നെങ്കിലും അത് സാധ്യമായില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിനുള്ളൊരു ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമി കാവൽ നിൽക്കുന്ന കൊടും വിഷമുള്ള നാഗങ്ങൾ കാവൽ നിൽക്കുന്ന സർപ്പങ്ങൾ, ഘോരരൂപികളായ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന ബി നിലവറ തുറക്കുവാൻ വിശ്വാസമില്ലാത്തവർക്ക് പോലും കഴിയുന്നില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നിർമ്മിതികൾ കണക്കിലെടുക്കുമ്പോൾ രാജകൊട്ടാരങ്ങളുടെ അടിയിൽ നിന്നും രാജാക്കന്മാർക്ക് യുദ്ധസമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഗുഹാമാർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ബി നിലവറയുടെ അറ്റം കടലിന് സമീപത്ത് എവിടെയെങ്കിലുമാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ തിരുവിതാംകൂർ മുങ്ങിപ്പോകുമോ എന്നുള്ളതെല്ലാം കഥകളിൽ പറയുന്നത് പോലെ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളതും പറയാൻ സാധിക്കില്ല. എന്തായാലും എ നിലവറയിൽ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വത്തുവകകൾ, സ്വർണ്ണശേഖരങ്ങൾ, അമൂല്യ രത്നശേഖരങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബി നിലവറയിലും ഒരുപക്ഷെ ഇതിനേക്കാൾ വിപുലമായ ഒരു രത്നശേഖരം, ഒരു നിധിശേഖരം ഉണ്ടാകും എന്ന് തന്നെ ആളുകൾ വിശ്വസിക്കുന്നു. എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ വിഷയത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അനുമതിയോട് കൂടി മാത്രമേ നിലവറ തുറക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഇപ്പോഴുമുണ്ട്. തിരുവിതാംകൂർ രാജവംശം അതിനൊരുങ്ങുകയാണെങ്കിൽ എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. കാത്തിരിക്കാം.